സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തിൽ ഒറ്റപ്പേരാണ് ക്ലിയോപാട്ര. എന്നാൽ ചരിത്രത്തിൽ ആരായിരുന്നു ക്ലിയോപാട്ര? ജൂലിയസ് സീസറിനെയും പിന്നെ മാർക്ക് ആന്റണിയെയും വിവാഹം കഴിച്ച ക്ലിയോപാട്ര എന്നും ചരിത്രത്തിലെ വിവാദ നായികയാണ്. അമിതമായ ധനാർത്തിയും അടങ്ങാത്ത കാമദാഹവും ഉണ്ടായിരുന്ന ക്ലിയോപാട്ര അതീവ സുന്ദരിയും നയതന്ത്രജ്ഞയുമായിരുന്നു. തന്നെ എതിർത്തവരെയും എതിർക്കുമെന്ന് തോന്നിയവരെയും കൊന്നു തുലയ്ക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഏക ഛത്രാധിപതിയായി റോമിൽ വാഴുക എന്നത് മാത്രമായിരുന്നു അവരുടെ താല്പര്യം. ക്ലിയോപാട്ര എന്ന വാക്കിനർത്ഥം അച്ഛൻ്റെ സൗഭാഗ്യമെന്നാണ്. ടോളമി രാജവംശത്തിൻ്റെ അവസാന ഭരണാധികാരിയായിരുന്നു ക്ലിയോപാട്ര. സ്വന്തം സഹോദരൻ ടോളമി 14 വിഷം കൊടുത്തു കൊന്നു. സ്വന്തം മകനെ രാജാവാക്കി. നിറം പിടിപ്പിച്ച കഥകളും ചരിത്രവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ജീവിതമാണ് ക്ലിയോപാട്രയുടേത്. BC 300 കാലഘട്ടം. ക്ലിയോപാട്രയുടെ സൗന്ദര്യം വിശ്വവശ്യമായിരുന്നു. അവളുടെ മൂക്കിൻ്റെ അഗ്രം അല്പം വളഞ്ഞിട്ടാണ്. ക്ലിയോപാട്രയുടെ മൂക്കിൻ്റെ നീളം കുറഞ്ഞിരുന്നു എങ്കിൽ റോമ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ക്ലിയോപാട്രയ്ക്ക് നാനാഭാഷകൾ വശമുണ്ടായിരുന്നു. അതിലൂടെ കച്ചവട ബന്ധങ്ങൾ മറ്റു നാടുകളുമായി ഊട്ടിയുറപ്പിച്ചു. അവരുടെ ഒരു വിനോദം കാമുകരെ ഉറക്കറയിലേക്ക് ആകർഷിച്ച് തൻ്റെ നീണ്ടു കറുത്ത തലമുടി കയർ പോലെ പിരിച്ച് കാമുകരുടെ കഴുത്തിൽ ചുറ്റി ഞെരിച്ച് കൊല്ലുകയായിരുന്നു. ധൈര്യം പോലെ കൗര്യവും സാമർഥ്യവും അവർക്കുണ്ടായിരുന്നു. ആളുകളെ കൊന്ന അവരുടെ ശരീരം വെട്ടിനുറുക്കി മത്സ്യങ്ങൾക്ക് ഇട്ടുകൊടുക്കും. ചീർത്തു വളർന്ന ആ മത്സ്യങ്ങളെ പാചകം ചെയ്ത് അവർ കഴിച്ചിരുന്നത്രേ. തടവുകാരുടെ മേൽ അവർ കൊടും വിഷം പരീക്ഷിച്ചിരുന്നു. ഉഗ്രസർപ്പങ്ങളെ കൊണ്ട് തടവുകാരെ കൊത്തിച്ചു കൊല്ലുന്നത് അവർക്ക് വിനോദം മാത്രമായിരുന്നു. ക്ലിയോപാട്രയുടെ അന്ത്യവും സർപ്പത്തെ കൊണ്ട് കൊത്തിച്ചാണെന്ന് പറയപ്പെടുന്നു. നല്ല സാമർഥ്യവും സിദ്ധിയും ധൈര്യവും കൗര്യവും കാമാർത്തിയുമുള്ള അവരുടെ ജീവിതകഥ ലോക ചരിത്രത്തിലെ പ്രഹേളികയാണ്.